ഡാർക്ക് വെബിൽ നിങ്ങളും ഞാനും എല്ലാം ഫോർ സെയിലാണ്, വിൽപ്പനക്കുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ one.google.com ഒന്ന് സന്ദർശിക്കുക. ഡാർക്ക് വെബ് റിപ്പോർട്ട് എന്ന് കാണാം. ജസ്റ്റ് ഒരു സ്കാൻ ചെയ്യുക. നിങ്ങൾ ഏത് ജിമെയിലാണോ സൈൻ ഇൻ ആയിട്ടുള്ളത് അതിൻ്റെ സ്കാൻ ആയിരിക്കും ഇപ്പോൾ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ റിസൾട്ട്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ എൻ്റെ ഈ ഒരു ഇമെയിൽ ID ക്രിപ്റ്റോ കറൻസി കോംബോ ലിസ്റ്റിൽ ഇമെയിലും പാസ്വേഡും ബ്രീച്ച് ആയിട്ടുണ്ട്. ഇതെൻ്റെ ഇമെയിലാണ്, താഴെ എൻ്റെ പഴയൊരു പാസ്വേഡാണ്. ഇതുപോലെ ക്യാൻവ, ഇക്സിഗോ, ടബ് സ്മാഷ് 2019, 2018 റെഡ് ബസ്, ഇങ്ങനെ ഒരുപാട് വെബ്സൈറ്റിൽ ബ്രീച്ച് ആയ സമയത്ത് എൻ്റെ ഡാറ്റ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഡാറ്റയും ഡാർക്ക് വെബിൽ അവൈലബിൾ ആണോ എന്ന് ഈ ഒരു സ്കാനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ഇത് വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഹാക്ക് ആകുകയാണ് അല്ലെങ്കിൽ ബ്രീച്ച് ആകുകയാണ്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഹാക്കർ അതിലെ കംപ്ലീറ്റ് ഡാറ്റ ഡാർക്ക് വെബിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. സോ ഇങ്ങനെ സംഭവിച്ച ഉടനെ തന്നെ ഏതൊക്കെ ബ്രീച്ച് ആയിട്ടുണ്ട് അതൊക്കെ പാസ്വേഡ് മാറ്റുക. ഇമെയിൽ, ഫോൺ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ് എന്തൊക്കെയാണ് ബ്രീച്ച് ആയത് അതൊക്കെ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഫിക്സ്ഡ്. അതിന് സൊല്യൂഷൻ അത്ര തന്നെയാണ്, ഈസി ആസ് ദാറ്റ്. സോ നിങ്ങൾ എത്ര വലിയ 2 കിലോമീറ്റർ നീളയിലെ പാസ്വേഡ് ഇട്ടാലും ഒരു വെബ്സൈറ്റിൽ അത് കൊടുത്ത് ആ വെബ്സൈറ്റ് ഹാക്ക് ആകുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഏതായാലും ബ്രീച്ച് ആയി. സോ അത് അപ്ഡേറ്റ് ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് ഫ്രീക്വൻ്റ്ലി പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. മിനിമം ഒരു മാസമെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് ഫോളോ ഒഫൻസോ ഹാക്കേഴ്സ് ഒക്കെ.